നമസ്കാരം. ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം. ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ ഭൂമികയെ 4 പതിറ്റാണ്ടിലേറെ കാലം നിർവചിച്ചത് ഷെയ്ഖ് ഹസീനയും ഖാലിദ സിയയും തമ്മിലുള്ള തീക്ഷ്ണമായ പോരാട്ടമായിരുന്നു. തെരഞ്ഞെടുപ്പ് വിജയങ്ങൾക്കപ്പുറം ഈ രണ്ട് നേതാക്കളും തമ്മിലുള്ള വ്യക്തിപരമായ ശത്രുത രാജ്യത്തെ ഭരണകൂട സ്ഥാപനങ്ങളെ തളർത്തുകയും തെരുവുകളെ അക്രമാസക്തമാക്കുകയും ചെയ്തു. ചൊവ്വാഴ്ച ഖാലിദ സിയ അന്തരിച്ചതോടെ ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിലെ ഈ വലിയ അധ്യായത്തിനാണ് തിരശ്ശീല വീഴുന്നത്. 1971 വിമോചനത്തിന് ശേഷമുണ്ടായ രക്തരൂക്ഷിതമായ രാഷ്ട്രീയ അട്ടിമറികളിലൂടെയാണ് ഈ വൈരത്തിന്റെ വേരുകൾ കിടക്കുന്നത്. രക്തത്തിലും വഞ്ചനയിലും മുളച്ച വേരുകൾ എന്നാണ് ഇതിനെ പറയുന്നത്. ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവായ ഷെയ്ഖ് മുജിബുർ റഹ്മാന്റെ മകളാണ് ഷെയ്ഖ് ഹസീന. 1975 നടന്ന സൈനിക അട്ടിമറിയിൽ മുജിബുർ റഹ്മാനും കുടുംബവും കൊല്ലപ്പെട്ടതോടെയാണ് ഹസീനയുടെ ജീവിതം മാറിമറിഞ്ഞത്. ഇതിന് സമാനമായ മറ്റൊരു ദുരന്തമാണ് ഖാലിദ സിയയുടെ രാഷ്ട്രീയ പ്രവേശനത്തിനും കാരണമാകുന്നത്. മുജീബുർ റഹ്മാന്റെ മരണശേഷം അധികാരം പിടിച്ചെടുത്ത ജനറൽ സിയാവൂർ റഹ്മാന്റെ പത്നിയായിരുന്നു ഖാലിദ. 1981 സിയാവൂർ റഹ്മാൻ കൊല്ലപ്പെട്ടതോടെയാണ് ഖാലിദ BNPയുടെ നേതൃത്വം ഏറ്റെടുക്കുന്നത്. ഇസ്ലാമിക സ്വത്വത്തിന് ഊന്നൽ നൽകുന്ന ഖാലിദയുടെ ദേശീയതയും മുജിബുർ റഹ്മാന്റെ മതേതര കാഴ്ചപ്പാടുകളും തമ്മിലുള്ള പോരാട്ടമായി ഇത് മാറി. 80കളിലെ അപൂർവ ഐക്യം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. തമ്മിൽ കടുത്ത ശത്രുതയിലായിരുന്നിട്ടും 1980കളിൽ ഇരുവരും ഒരുമിച്ച് പോരാടാൻ നിർബന്ധിതരായി. 1982 അധികാരം പിടിച്ചെടുത്ത സൈനിക ഭരണാധികാരി ഹുസൈൻ മുഹമ്മദ് എർഷാദിനെ പുറത്താക്കുക എന്നതായിരുന്നു ഇരുവരുടെയും ലക്ഷ്യം. 10 വർഷത്തോളം വെവ്വേറെ സമരങ്ങൾ നയിച്ച ഇരുവരും ഒടുവിൽ എർഷാദിനെ താഴെയിറക്കാൻ കൈകോർത്തു. ഈ ഐക്യത്തിന്റെ ഫലമായി 1990 ഡിസംബറിൽ എർഷാദ് രാജിവെച്ചു. ബംഗ്ലാദേശിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നതിൽ ഈ സഖ്യം വലിയ പങ്ക് വഹിച്ചു. ജനാധിപത്യം തിരിച്ചുവന്നതോടെ ഇരുവരും തമ്മിലുള്ള ശത്രുത മൂർച്ഛിച്ചു. അധികാരം പിടിച്ചെടുക്കാനുള്ള മത്സരത്തിൽ പാർലമെന്റ് സ്തംഭിക്കുകയും തെരുവുകൾ യുദ്ധക്കളമാവുകയും ചെയ്തു. അധികാരത്തിലിരുന്നപ്പോൾ ഇരുവരും പരസ്പരം അഴിമതി കേസുകളിലും മറ്റും കുടുക്കാൻ ശ്രമിച്ചു. ജനാധിപത്യ സ്ഥാപനങ്ങൾ ദുർബലമാകുന്നതിലേക്കാണ് ഇത് നയിച്ചത്. 2007 സൈനിക പിന്തുണയുള്ള കാവൽ സർക്കാർ ഇരുവരെയും അഴിമതിക്കേസിൽ അറസ്റ്റ് ചെയ്തു. പിന്നീട് 2011 ഹസീന സർക്കാർ കാവൽ സർക്കാർ സംവിധാനം നിർത്തലാക്കിയത് വലിയ രാഷ്ട്രീയ തർക്കങ്ങൾക്ക് കാരണമായി. 2010 ശേഷം ഷെയ്ഖ് ഹസീന അധികാരം ഉറപ്പിച്ചതോടെ ഖാലിദ സിയയുടെ രാഷ്ട്രീയ ഭാവി മങ്ങിത്തുടങ്ങി. അഴിമതി കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് ഖാലിദ ജയിലിലായതോടെ BNP ദുർബലമായി. എന്നാൽ 2024 ഓഗസ്റ്റിൽ ഷെയ്ഖ് ഹസീനയുടെ സർക്കാർ വീണതോടെ ഖാലിദ സിയ വീണ്ടും ശ്രദ്ധാകേന്ദ്രമായി. തടങ്കലിൽ നിന്ന് മോചിതയായ ഖാലിദയ്ക്ക് സുപ്രീം കോടതി കേസുകളിൽ നിന്ന് ക്ലീൻ ചിറ്റ് നൽകി. 80-ാം വയസ്സിൽ ഖാലിദ വിടവാങ്ങുമ്പോൾ ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിലെ ഭീകന്മാരുടെ യുദ്ധം ചരിത്രത്തിന്റെ ഭാഗമാകുകയാണ്. ജനുവരിയിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഖാലിദയുടെ വിയോഗം വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. കൂടുതൽ സംഭവങ്ങളുമായി വീണ്ടും വരാം. ചരിത്രഭൂമിക സബ്സ്ക്രൈബ് ചെയ്യൂ.